ജി ടി എഡ്യൂക്കേഷൻ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാളെ നടക്കുന്ന മാത്തമാറ്റിക്സ് ഓണം എക്സാമിനേഷനിൽ 9ാം ക്ലാസ്സുകളിലെ ഓണം എക്സാമിനേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്നുള്ളതാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ വളരെ ഷോർട്ട് വീഡിയോ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഇൻസ്ട്രക്ഷൻസ് വായിച്ചു നോക്കുക. ആദ്യത്തെ ഒരു 26 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു എക്സാമിന് ഉണ്ടാവുക. സമയം എന്ന് പറയുന്നത് 2.5 മണിക്കൂറാണ്. 80 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. 26 ക്വസ്റ്റ്യൻസിനെ നമ്മൾ ABCD എന്ന് 4 പാർട്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ എല്ലാ ക്വസ്റ്റ്യൻസും എയിലും ബിയിലും ആൻസർ ചെയ്യണം. മറ്റുള്ളതിൽ ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ ഇറേഷണൽ നമ്പേഴ്സിന്റെ വാല്യൂ എക്സാക്ട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പറയുന്നിടത്ത് മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സെക്ഷൻ എയിലേക്ക് പോകാം. സെക്ഷൻ എയിൽ 1 മാർക്കിന്റെ 8 ചോദ്യമാണുള്ളത്. അതിൽ 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ 4 ഓപ്ഷൻസിന് കൃത്യമായുള്ള ഉത്തരം എഴുതാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 40 × 80 = 3200, കാൽക്കുലേറ്റ് 41 × 81. അപ്പോൾ അത് 40 + 1 × 80 + 1 എന്നുള്ള രീതിയിൽ ഇത് ചെയ്തിട്ട് നമുക്കതിൻ്റെ ആൻസർ മാത്രം എഴുതിയാൽ മതിയാവും. അപ്പോൾ അങ്ങനെ 1 മാർക്കിന്റെ 8 ചോദ്യങ്ങളാണ് അവിടെ ഉള്ളത്. ഇനി നമ്മൾ സെക്ഷൻ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, അവിടെ പുതിയ സ്റ്റേറ്റ്മെന്റ് എയും സ്റ്റേറ്റ്മെന്റ് ബിയും തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് ട്രൂ, ഏതൊക്കെയാണ് ഫോൾസ്, രണ്ടും ശരിയാണ്, രണ്ടും തെറ്റ്, അങ്ങനെ 2 രീതിയിലുള്ള ചോദ്യങ്ങൾ ഈ 1 മാർക്കിൻ്റെ ഉണ്ടാവാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. സെക്ഷൻ ബി എന്ന് പറയുന്നത് 6 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. 3 മാർക്ക് വീതമുള്ള 6 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിൽ ആദ്യത്തെ ചോദ്യം നമ്മൾ കണ്ടു. ഇതേ രീതിയിലുള്ള ഒരു ചോദ്യം തീർച്ചയായിട്ടും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 11 സ്ക്വയർ സെന്റിമീറ്റേഴ്സ് ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കണം. അപ്പോൾ അത് എങ്ങനെ വരയ്ക്കണമെന്ന് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ വീഡിയോ നമുക്ക് ചെയ്യാവുന്നതാണ്. നാളെയാണ് എക്സാം. ഓക്കെ, ഇനി സെക്ഷൻ ബിയിൽ 6 ക്വസ്റ്റ്യൻസിൽ ആണ് നമുക്ക് ആൻസർ ചെയ്യേണ്ടത്. 9, 10, 11, 12, 13 അവിടെ ഓർ ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. 12ഉം 11ഉം അതുപോലെ തന്നെ 11ാമത്തെ ക്വസ്റ്റ്യൻ ഓറുണ്ട്, 12ാമത്തെ ഓറുണ്ട്. അങ്ങനെ അതിനുശേഷം 15ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ സെക്ഷൻ സിയിലാണ് വരുന്നത്. അവിടെ ഓരോ ക്വസ്റ്റ്യനും 4 മാർക്ക് വീതമാണ്. 6 ചോദ്യങ്ങളാണ് നിങ്ങളുടെ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അത് 6 × 4 24 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ആദ്യത്തെ ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കലണ്ടർ ഷീറ്റിൻ്റെയാണ്, അത് പഠിക്കുക. അറിയില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതിൻ്റെ വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഓൾജിബ്രിക് ഫോമിലും അതായത് നമുക്ക് എക്സ്പ്രസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ 15ന് ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൽ 16ന് ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ 16 നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ അതിൽ നമുക്ക് എങ്ങനെയാണ് എക്സ് വൈ എടുക്കേണ്ടത്, എക്സ് എങ്ങനെ എടുക്കേണ്ടത് കൃത്യമായിട്ട് മനസ്സിലാക്കി നമുക്ക് ചെയ്യാവുന്നതായിട്ടുള്ളൂ. പിന്നെ 17, 18, 19, 20. അപ്പോൾ 20നും ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ വരുന്നതാണ് സെക്ഷൻ ഡി. ഇവിടെ ശ്രദ്ധിക്കുക, ഓരോന്നും 5 മാർക്കാണ് വരുന്നത്. അതുപോലെ തന്നെ ഷുവർ ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ, ഒരു ലൈൻ വരച്ചിട്ട് ആ ലൈനിനെ ഇന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുക. 2 ഈ ചോദ്യങ്ങൾ നേരത്തെ കൺസ്ട്രക്ഷൻ പഠിച്ച് നമുക്ക് ഈസി ആയിട്ട് 9 മാർക്ക് അവിടെ കിട്ടും. ഓക്കെ, അതിനുശേഷം വരുന്ന ഈ രീതിയിലുള്ള 23ാമത്തെ രീതിയിലുള്ള ഒരു ചോദ്യവും തീർച്ചയായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊന്നാണ്. 24, 25, 26 അതിന് ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്, 26ന് ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് മാത്സ് വരാം. അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് മനസ്സിലാക്കി കൃത്യമായിട്ട് പഠിച്ചാൽ തന്നെ നമുക്ക് നല്ല മാർക്ക് വാങ്ങിക്കാം. മറ്റു വീഡിയോ വീണ്ടും കാണാം. അതൊരു ഫ്രണ്ട്സ്, സൈനിങ് ഔട്ട്.